അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സ്വർഗാവകാശികളാകാൻ ആവുന്നത്ര പരിശ്രമിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തൗഫീഖോടു കൂടി വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹ അർത്ഥവും ആശയവും ചർച്ച ചെയ്തുകൊണ്ട് പഠിക്കുകയും സംസ്ഥാന സമിതി സംഘടിപ്പിച്ച പരീക്ഷയിൽ പങ്കെടുക്കുകയുമൊക്കെ ചെയ്ത് ഇന്ന് നമ്മളൊരു പുതിയ സൂറത്ത് ആരംഭിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായമായ സൂറത്തുൽ അംബിയ ആണ് ഇന്ന് നമ്മൾ തുടങ്ങി വെക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഒരു വർഷക്കാലം നമുക്ക് പഠിക്കാൻ ഈ ഒരു സൂറത്തിലെ ആയത്തുകളെയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ആഴത്തിൽ വിശദമായി കഴിയുന്നത്ര തദബ്ബുർ ചെയ്തുകൊണ്ട് പഠിക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കും എന്നൊരു പ്രതിജ്ഞ എടുക്കുക. തുടക്കം മുതൽ തന്നെ ഒരു സൂറത്ത് എങ്കിലും കൃത്യമായി മുഴുവനായി മുടങ്ങാതെ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കണം എന്ന താല്പര്യത്തോടെ, ആഗ്രഹത്തോടെ നമ്മുടെ ഈ അലനല്ലൂർ ഖുർആൻ പഠന ക്ലാസ്സുകളിൽ എത്തിച്ചേരാൻ ശ്രദ്ധിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു സൂറത്തിൻ്റെ തുടക്കം എന്ന നിലക്ക് അനിവാര്യമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന പ്രാഥമികമായ ചില കാര്യങ്ങളാണ് ആദ്യം ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ അംബിയ. ഏതൊരു സൂറത്തിനെ കുറിച്ചും പഠിക്കുമ്പോൾ അതിൻ്റെ പേര്, അതിൻ്റെ ക്രമ നമ്പർ, അത് മക്കിയാണോ മദനിയാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യമായി പഠിക്കേണ്ടത് എന്നാണ് ഉലൂമുൽ ഖുർആൻ, ഖുർആനിൻ്റെ ശാസ്ത്രശാഖ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളിലെല്ലാം സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇസ്മുസ്സൂറ, സൂറത്തിൻ്റെ പേര്, തർത്തീബുസ്സൂറ, സൂറത്തിൻ്റെ ക്രമ നമ്പർ, അദദു ആയാത്തിഹ, അതിലെ ആയത്തുകളുടെ എണ്ണം, അത്തൻസീൽ അഥവാ അതിൻ്റെ ഇറക്കം, അതിൻ്റെ അവതരണം മക്കിയാണോ മദനിയാണോ, ഏത് ജുസ്ഇലാണ് ഈ സൂറത്ത് ഉൾക്കൊള്ളുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക എന്നത് ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അറിവായിട്ടാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സൂറത്തിൻ്റെ ക്രമ നമ്പർ 21. വിശുദ്ധ ഖുർആൻ പലപ്പോഴായി പലയിടങ്ങളിൽ വെച്ച് ഘട്ടം ഘട്ടമായി ഇറങ്ങിയ ആയത്തുകൾ ക്രോഡീകരിച്ചാണ് സൂറത്തുകൾ ഉണ്ടായിട്ടുള്ളത് എന്നും ആ സൂറത്തുകൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ജുസ്ഉകൾ ഉണ്ടായിട്ടുള്ളത് എന്നും അങ്ങനെ 30 ജുസ്ഉകളിലായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഉള്ളത് എന്നും നമുക്കറിയാം. പക്ഷേ പലപ്പോഴായി ആണ് ഖുർആൻ പല ആയത്തുകളും പലയിടങ്ങളിൽ വെച്ചാണ് ഇറങ്ങിയത് എങ്കിലും ഖുർആൻ ഇങ്ങനെ 30 ജുസ്ഉകളിലായും 114 അധ്യായങ്ങളിലായും അതിൽ 1-ാമത്തെ അധ്യായം ഇതായിരിക്കണം, 10-ാമത്തെ അധ്യായം യൂനുസ് ആയിരിക്കണം, 20-ാമത്തെ അധ്യായം ത്വാഹയായിരിക്കണം, 30-ാമത്തെ അധ്യായം റൂമായിരിക്കണം, 40-ാമത്തെ അധ്യായം ഗാഫിർ ആയിരിക്കണം, 50-ാം അധ്യായം ഖാഫ് ആയിരിക്കണം, 60-ാം അധ്യായം മുംതഹന ആയിരിക്കണം, 70-ാം അധ്യായം മആരിജ് ആയിരിക്കണം എന്നിങ്ങനെയുള്ള ഈ ക്രമം പോലും വഹിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്രമ നമ്പറിന് പോലും പ്രത്യേകതയുണ്ട് എന്നർത്ഥം. ഇത് 21-ാമതായി ഇറങ്ങിയ സൂറത്തല്ല. എന്നാൽ ഈ സൂറത്ത് 21-ാമത്തെ അധ്യായമായിട്ടാണ് ക്രമനമ്പറിൽ വരുന്നത്. അഥവാ 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ മുതൽ 114-ാം അധ്യായം സൂറത്തുൻ നാസ് വരെയുള്ള ഓരോ സൂറത്തുകളും
ഇന്ന സൂറത്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം, ഇന്ന സൂറത്തിൻ്റെ മുമ്പായിരിക്കണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും സ്വഹാബികൾ അതടിസ്ഥാനത്തിൽ മനഃപ്പാടമാക്കിയതും പിന്നീട് 2 ചട്ടയിലായി മുസ്ഹഫ് ഇന്ന് നാം കാണുന്ന രൂപത്തിലേക്ക് ക്രോഡീകരിച്ചപ്പോൾ ആ രൂപം അവർ സ്വീകരിക്കുകയും ചെയ്തതാണ് എന്ന് ആമുഖമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ നിലക്ക് വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹയുടെയും 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിൻ്റെയും ഇടയിൽ വരുന്ന 21-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ അംബിയാ. സൂറത്തുൽ അംബിയാ ഇൻഷാ അല്ലാഹ് എന്താണ് അംബിയാ എന്നും എന്താണ് ആ പേര് കിട്ടാനുള്ള കാരണം എന്നുമൊക്കെ തുടർന്ന് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ പേരെന്താണ്? സൂറത്തുൽ അംബിയാ. ഈ സൂറത്തിന് മറ്റു പേരുകളൊന്നും തന്നെ സ്വഹീഹായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ചില സൂറത്തുകൾക്ക് ഒന്നിലധികം പേരുകൾ ഉള്ളത് കഴിഞ്ഞ സൂറത്ത് ത്വാഹയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. സൂറത്ത് മൂസ അലിഹിസ്സലാം എന്ന സൂറത്തിന് പേരുണ്ട്. എന്നാൽ ഈ സൂറത്തിന് മറ്റു പേരുകളൊന്നും തന്നെ സ്വഹീഹായി വന്നിട്ടില്ല. ഈ സൂറത്ത് 21-ാമത്തെ അധ്യായമാണ്. ഇത് അവതരണം മക്കിയാണ്. സൂറ മക്കിയ എന്ന് പറഞ്ഞാൽ എന്താ? മക്കയിൽ അവതരിച്ചത് എന്നല്ല, മറിച്ച് ഹിജറക്ക് മുമ്പ് അവതരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജറ കഴിഞ്ഞ് മക്കയിൽ വെച്ച് ഇറങ്ങിയ സൂറത്തുകളും ആയത്തുകളും ഏതായിരിക്കും? മദനീയ ആയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിച്ച് 53-ാമത്തെ വയസ്സിൽ ഹിജറ പോകുന്നത് വരെയുള്ള ആദ്യത്തെ 13 വർഷക്കാലം ഇറങ്ങിയ ആയത്തുകൾക്കും സൂറത്തുകൾക്കുമാണ് മക്കിയായ ആയത്തുകൾ, മക്കിയായ സൂറത്തുകൾ എന്ന് പറയുക. അതിനുശേഷം എവിടെ വെച്ചിറങ്ങിയാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രക്കിടയിൽ പലയിടങ്ങളിൽ വെച്ച് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മദനിയ എന്നാണ് പറയുക, മദീനയിൽ വെച്ച് ഇറങ്ങിയത് എന്നല്ല. അതൊക്കെ ആ അവസാനത്തെ 10 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ആയത്തുകൾക്ക്, സൂറത്തുകൾക്ക് പറയുന്ന പേരാണ് മദനിയായ ആയത്തുകൾ, മദനിയായ സൂറത്തുകൾ എന്നത്. വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ സൂറ മക്കിയ, സൂറ മദനിയക്കുണ്ടെങ്കിലും അതിലേറ്റവും പ്രബലമായ, ഏറ്റവും ശരിയായ, മഹാന്മാരായ പണ്ഡിതന്മാർ കൂടുതലും പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഹിജറക്ക് മുമ്പ് ഇറങ്ങിയ സൂറത്തുകൾക്ക് മക്കിയായ സൂറത്തുകൾ എന്നും ഹിജറയ്ക്ക് ശേഷം ഇറങ്ങിയ സൂറത്തുകൾക്ക് മദനിയായ സൂറത്തുകൾ എന്നും പറയുന്നു എന്ന കാര്യം. അപ്പൊ ഈ സൂറത്ത് സൂറത്തുൻ മക്കിയ, ഹിജറക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള സൂറത്തുകളിലെ ഒരു സൂറത്താണ് സൂറത്തുൽ അംബിയാ. ഇനി ഈ സൂറത്തിലുള്ളത് 112 ആയത്തുകളാണ്. വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിൽ ആകെയുള്ളത് 112 ആയത്തുകളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഏതൊരു സൂറത്തും അതിൻ്റെ മുമ്പത്തെ സൂറത്തുമായി അവസാനത്തെ ആയത്തുകളുമായി ബന്ധമുണ്ടാകുമെന്നും ഓരോ സൂറത്തിൻ്റെയും ഒടുക്കവും തുടക്കവും തമ്മിലും ബന്ധമുണ്ടാകും എന്നതും മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞു, ഫസതഅലമൂന മൻ അസ്ഹാബുസ് സിറാത്തി സവീ വമൻ ഇഹ്തദാ. ആരാണ് യഥാർത്ഥ മാർഗത്തിലെന്നും ആരാണ് ശരിയായ പാതയിലെന്നും അവരറിയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തു ത്വാഹ അവസാനിപ്പിച്ചത്. സൂറത്തുൽ അംബിയാ ആരംഭിക്കുന്നത് അശ്രദ്ധയിലായ ആളുകൾ, ഈ പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ വഴിപിഴച്ചവരാണ് എന്ന് അവർ മനസ്സിലാക്കുക തന്നെ ചെയ്യും എന്നാണ്. സൂറത്തുൽ ത്വാഹ അവസാനിപ്പിച്ചപ്പോൾ അല്ലാഹ് പറഞ്ഞു, നല്ലോരാണ് ആരാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ദിവസം വരും. സൂറത്തുൽ അംബിയാ തുടങ്ങിയപ്പോൾ അല്ലാഹ് പറഞ്ഞു, അങ്ങനത്തെ ഒരു ദിവസത്തെ നിഷേധിക്കണ കുറെ ആളുകളുണ്ട്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അപ്പൊ ഏത് സൂറത്തും ആ സൂറത്തിന്റെ അവസാനവും അടുത്ത സൂറത്തിന്റെ തുടക്കവും തമ്മിൽ ബന്ധമുണ്ട് എന്ന്, അതോ ഈ ക്രമത്തിന് പോലും അൽ ഫാത്തിഹ, അൽ ബഖറ, ആലു ഇംറാൻ, നിസാ, മാഇദ, അൻആം, അറാഫ്, അൻഫാൽ എന്ന് പറഞ്ഞ ഈ ക്രമത്തിന് പോലും കൃത്യമായ ഒരു ഹിക്മത്ത് ഉണ്ട് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ സൂറത്തിൻ്റെയും തുടക്കവും ആ സൂറത്തിൻ്റെ ഒടുക്കവും തമ്മിലും
ബന്ധമുണ്ടാകും എന്നാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ നിലക്ക് ഇതിൽ പറയുന്നത്, ഇതിൻ്റെ ആദ്യ ആയത്തിൽ ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിളൂൻ, അന്ത്യദിനത്തെക്കുറിച്ച് ആളുകൾ അശ്രദ്ധയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങിയതെങ്കിൽ ഈ സൂറത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹ് പറഞ്ഞു, ഹാദാ യൗമുക്കുമുല്ലദീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്ന ആ ദിവസമല്ലേ, ആ ദിവസാട്ടോ ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്തിന്റെ ഒരു 103 ഏറ്റവും അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ ഒരു ബന്ധം പണ്ഡിതന്മാർ ക്രോഡീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് സൂറത്തുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ കൂടി പറയാം. വിശുദ്ധ ഖുർആനിലെ 17ാമത്തെ ജുസ്ഇലാണ് ഈ അധ്യായം അടങ്ങിയിട്ടുള്ളത്. ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഈ സൂറത്ത് ആണ് 17ാം ജുസ് തുടങ്ങുന്നത്. ഈ സൂറത്തിന്റെ 10 പേജാണ് ആദ്യത്തെ 10 പേജ്. ഇന്ന് ഏതാണ്ട് എല്ലാ മുസ്ഹഫുകളും ഒരേപോലെയാണ് ക്രോഡീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ആ നിലക്ക് വിശുദ്ധ ഖുർആനിലെ 322ാമത്തെ പേജ് മുതൽ 331ാമത്തെ പേജ് വരെ 10 പേജാണ് ഈ സൂറത്ത് അടങ്ങിയിട്ടുള്ളത്. 17ാമത്തെ ജുസ്ഇലെ ആദ്യത്തെ 10 പേജ് സൂറത്തുൽ അംബിയ ആണ് എന്നർത്ഥം. ഇപ്പോൾ ആൻഡ്രോയിഡ് ഖുർആനിലും ഈ മുസ്ഹഫുകളിലും ഇലക്ട്രോണിക് മുസ്ഹഫുകൾ അതിലൊക്കെ ഈ ഒരു പേജ് നമ്പർ ക്രോഡീകരിച്ചു വെച്ചിട്ടുണ്ട് എളുപ്പത്തിനും സൗകര്യത്തിനും വേണ്ടി. അപ്പോൾ ഒപ്പം ക്ലാസിന്റെ കൂടെ ആയത്ത് നോക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മുസ്ഹഫ് കയ്യിലില്ലെങ്കിലും നമ്മുടെ മൊബൈലുകളുടെ ഖുർആനിൽ 322ാമത്തെ പേജ് എടുത്താൽ ഈ സൂറത്ത് നോക്കാൻ കഴിയും എന്നർത്ഥം. എന്താണ് സൂറത്തിന്റെ പേര്? സൂറത്തിന് പേര് അംബിയ ആണ്. ജുസ്ഇനൊരു പേരുണ്ട്. ജുസ്ഇന് നമുക്ക് ജുസ് അമ്മ, ജുസ് തബാറക്ക എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഈ ജുസ്ഇനൊരു പേരുണ്ട്. 17ാം ജുസ്ഇന് എന്താ? ജുസ്ഉ ഇഖ്തറബ ലിന്നാസ്. എന്താണ്? ജുസ്ഉ ഇഖ്തറബ ലിന്നാസ്. 17ാമത്തെ ജുസ് ആയ ജുസ്ഉ ഇഖ്തറബ ലിന്നാസ് ഹിസാബുഹും എന്ന ജുസ്ഇലെ ആദ്യത്തെ അധ്യായമാണിത് അല്ലേ, സൂറത്തുൽ അംബിയാ. ഇനി ഇതിന് അംബിയാ എന്ന് പേര് വരാനുള്ള കാരണം 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംബിയായിൽ മാത്രം 16 പ്രവാചകന്മാരുടെ ചരിത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലത് വിശദമായും ചിലത് ചുരുക്കി പറഞ്ഞും പോകുന്നത്. എത്ര പ്രവാചകന്മാരുടെ പേര് വന്നിട്ടുണ്ട്? 16 പ്രവാചകന്മാരുടെ പേര് ഈ സൂറത്തിൽ മാത്രം വന്നിട്ടുണ്ട്. ശരിക്ക് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരുടെ പേര് വന്നതിൽ 2ാം സ്ഥാനത്തെത്തും. സൂറത്തുൽ അൻആമിൽ 18 പ്രവാചകന്മാരുടെ പേര് വന്നിട്ടുണ്ട്. പണ്ഡിതന്മാർ അതുപോലും ചർച്ച ചെയ്തു. ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരുടെ പേര് വന്നത് സൂറത്തുൽ അൻആമിലാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് സൂറത്തുൽ അംബിയാഇന് സൂറത്തുൽ അംബിയാ എന്ന് പേരിട്ടത്? അതിൽ 16 ഉള്ളൂ. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, സൂറത്തുൽ അൻആമിൽ അൻആമുകളുമായി ബന്ധപ്പെട്ട, കന്നുകാലികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരാമർശിക്കുന്നത്. പക്ഷേ പ്രവാചകന്മാരുടെ എണ്ണം 18 വന്നു എന്നേ ഉള്ളൂ. എന്നാൽ സൂറത്തുൽ അംബിയായിൽ അംബിയാക്കളുടെ ചരിത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്നതുകൊണ്ടാണ് ആ സൂറത്തിന് ആ പേര് ലഭിച്ചത് എന്നാണ്. രണ്ടാമത്തെ ഒരു കാരണം, പ്രവാചകനെതിരെ ജനങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും എതിർപ്പുകളും ഇല്ലാതാക്കി പ്രവാചകൻ ആരാണ് എന്ന് സ്ഥാപിക്കുകയാണ് ഈ സൂറത്തിൽ. പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരാണ് എന്നും പ്രവാചകന്മാരെ നിങ്ങൾ അംഗീകരിക്കൽ നിർബന്ധമാണ് എന്നും നിഷേധിക്കാൻ പാടില്ല എന്നും സ്ഥാപിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ അംബിയാ. അതുകൊണ്ടും ആ പേര് ആ സൂറത്തിന് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞത്, പ്രവാചകന്മാരെ നിഷേധിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നവർക്ക് മരണാനന്തര ജീവിതത്തിൽ വരാനിരിക്കുന്ന കനത്ത ശിക്ഷകളെ കുറിച്ച് പറയുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത്. അതുകൊണ്ടും ഈ സൂറത്തിന് സൂറത്തുൽ അംബിയാ എന്ന് പേര് ലഭിച്ചു. ഒന്ന് പറഞ്ഞു നോക്കുക, 3 കാരണങ്ങൾ. 21ാം അധ്യായം സൂറത്തുൽ അംബിയാഇന് അംബിയാ എന്ന് പേര് കിട്ടാനുള്ള 3 കാരണങ്ങൾ എന്താണ്? ഒന്ന്, 16 പ്രവാചകന്മാരെ കുറിച്ച്, അംബിയാക്കളെ കുറിച്ച് ഈ സൂറത്തിൽ പരാമർശമുണ്ട്. രണ്ടാമത്തെ കാരണം എന്താണ്? ആരാണ് പ്രവാചകന്മാർ, എന്തിനാണ് പ്രവാചകന്മാർ വന്നത്, എന്തുകൊണ്ട് പ്രവാചകന്മാർ മനുഷ്യന്മാരായി മലക്കുകളായില്ല എന്നൊക്കെയാണ് ഈ സൂറത്തിൽ സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് ഈ സൂറത്തിന് സൂറത്തുൽ അംബിയാ എന്ന് പേര് കിട്ടി. മൂന്നാമത്തെ കാരണം,
പ്രവാചകന്മാരെ ദ്രോഹിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് വരാനിരിക്കുന്ന മരണാനന്തര ജീവിതത്തിലെ കനത്ത ശിക്ഷകൾ ഈ സൂറത്തിൽ പരാമർശിക്കുന്നത് കൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുൽ അംബിയാ എന്ന് പേര് കിട്ടിയത് എന്നാണ്. അപ്പോൾ നമ്മൾ 3-4 കാര്യങ്ങൾ പറഞ്ഞു. സൂറത്തിൻ്റെ പേര്, സൂറത്തിൻ്റെ ക്രമനമ്പർ, സൂറത്തിൻ്റെ അവതരണം, ആയത്തുകളുടെ എണ്ണം, ജുസ്ഇൻ്റെ നമ്പർ, ജുസ്ഇൻ്റെ പേര്, ഈ സൂറത്തിന് ഈ പേര് കിട്ടാനുള്ള 3 കാരണങ്ങൾ. എന്താണ് അംബിയാ എന്ന് പറഞ്ഞാൽ? അതൊരു ബഹുവചനാണ് അല്ലേ, ഒരു ജംആണ്. എന്താ അതിൻ്റെ ഏകവചനം? നബിയുൻ. എന്താണ്? നബിയുൻ. നബിയുൻ എന്നതിൻ്റെ ബഹുവചനമാണ് അംബിയാ. നബിയുൻ പ്രവാചകൻ, അംബിയാ പ്രവാചകന്മാർ അല്ലെങ്കിൽ പ്രവാചകർ. എന്താണ് നബി എന്നതിനുള്ള നിർവചനമായി പണ്ഡിതന്മാർ പറഞ്ഞത്? മൻ അംബ അനില്ലാഹി തആല മുസ്തഖും മിൻ നബഇ. നബ എന്ന് പറഞ്ഞാൽ, നബ എന്ന് പറഞ്ഞാൽ സൂറത്തു നബ, വൃത്താന്തം, വാർത്ത, അറിയിപ്പ് നൽകുക, ഖബർ അല്ലേ, ഖബർ വാർത്ത പറയുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ആ പദത്തിൽ നിന്നാണ് നബി ഉണ്ടായിട്ടുള്ളത്, വാർത്ത പറയുന്നവൻ. എന്താണ് ശരിക്കും വാക്കിന്റെ അർത്ഥം? വാർത്ത പറയുന്നവൻ, പ്രവചിക്കുന്നവൻ, വൃത്താന്തം അറിയിക്കുന്നവൻ, അതൊക്കെയാണ് നബി എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള വാർത്ത നമ്മളെ അറിയിക്കുന്ന, വാർത്ത പറയുന്നവരാണ്. ആരാണ് പ്രവാചകന്മാർ? വാർത്ത പറയുന്നവർ, റിപ്പോർട്ട് ചെയ്യുന്നവർ. അള്ളാഹു വഹി കൊടുക്കുക, അത് നമ്മളിലോട് പറഞ്ഞു തരിക. അതാണ് നബി, അംബിയാ എന്ന വാക്കിന്റെ അർത്ഥം. നബിയും റസൂലും ഒന്നാണോ? ഒരർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് ഒന്നാണ് എന്നൊക്കെ പറയാം. പക്ഷേ രണ്ടും രണ്ടാണ്. ഒരേ പ്രവാചകന്മാരെ കുറിച്ച് രണ്ടും പറഞ്ഞ ആയത്തുകളുണ്ട്. സൂറത്തു മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വദ്കുർ ഫിൽ കിതാബി മൂസ. അള്ളാഹുവിന്റെ വേദഗ്രന്ഥമായ ഖുർആനിൽ മൂസാ നബിയെ നിങ്ങളൊന്ന് ഓർക്കണേ. ഇന്നഹു കാന മുഖ്ലസ. അദ്ദേഹം ആത്മാർത്ഥതയുടെ നിറകുടമായിരുന്നു. വകാന റസൂലൻ നബിയ. അദ്ദേഹം റസൂലുമായിരുന്നു, നബിയുമായിരുന്നു. അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു, അദ്ദേഹം ഒരു ദൂതനായിരുന്നു. നമുക്ക് മലയാളത്തിൽ പറയുമ്പോൾ റസൂൽ എന്നതിന് ദൂതൻ എന്നും നബി എന്നതിന് പ്രവാചകൻ, പ്രവചിക്കുന്നവൻ എന്നും അർത്ഥം പറയാം. അപ്പോൾ ഒരേ വ്യക്തിയെക്കുറിച്ച് രണ്ടും പരാമർശിച്ചു. ഈ സൂറത്തു മറിയമിലെ 51-ാമത്തെ ആയത്താണിത്. ഇതേ സൂറത്തിലെ 54-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ. ഇസ്മായിൽ നബിയെ കുറിച്ച് നിങ്ങളൊന്ന് ഓർത്തെടുക്കണേ. ഇന്നഹു കാന സ്വാദിഖൽ വഅദി. കരാർ പൂർത്തീകരിക്കുന്ന ഒരടിമയായിരുന്നു അദ്ദേഹം. വകാന റസൂലൻ നബിയ. ഇസ്മായിൽ അലൈഹിസ്സലാം നബിയായിരുന്നു, റസൂലായിരുന്നു, പ്രവാചകനായിരുന്നു, ദൂതനായിരുന്നു. അപ്പൊ രണ്ടും എന്തോ ഒരു വ്യത്യാസം ഉണ്ട് എന്നുള്ളതിൽ സംശയമല്ല. എന്നാൽ എന്താണ് വ്യത്യാസം? മൽ ഫർഖു ബൈനൻ നബി വർ റസൂൽ എന്നതിന് പണ്ഡിതന്മാർ പറഞ്ഞു, ഇഖ്തലഫൽ ഉലമാഉ ബിഹഖീഖത്തി വുജൂദിൽ ഇഖ്തിലാഫി ബൈനർ റസൂലി വൻ നബി. വ്യത്യസ്ത വീക്ഷണങ്ങൾ ഈ വിഷയത്തിലുണ്ട്. വമദ്ഹബുൽ ജുംഹൂർ, ഏറ്റവും പ്രബലമായ ഭൂരിപക്ഷം ആളുകളും പറഞ്ഞിട്ടുള്ള അഭിപ്രായം, റസൂൽ എന്ന് പറഞ്ഞാൽ നബിമാരിലെ മുന്തിയ ആളുകളാണ്, അഖസ്സാണ്. ആം എല്ലാവരും നബിമാരാണ്, എല്ലാ പ്രവാചകന്മാരും നബിമാരാണ്. പക്ഷെ എല്ലാവരും ഒന്നും റസൂലായിട്ടില്ല. അപ്പൊ നബിമാർ എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രവചനം കൊടുത്ത്, അറിയിപ്പ് കൊടുത്ത്, ആ അറിയിപ്പ് പറഞ്ഞ, ഖുർആനിൽ പറഞ്ഞ 25 ആളുകളും ആരാണ്? നബിമാരാണ്. എന്നാൽ അതിൽ ചിലർ മാത്രമാണ് റസൂലായിട്ടുള്ളത്. കാരണം നബിമാരുടെ ദൗത്യം നിലവിലുള്ള ശരീഅത്ത് പഠിപ്പിക്കലാണ്. റസൂലുമാരുടെ ദൗത്യം ഒരു പുതിയ ശരീഅത്ത് കൊണ്ടുവരലാണ്. മനസ്സിലാവുണ്ടോ പറയുന്നത്? അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൗറാത്ത് എന്ന വേദഗ്രന്ഥം കിട്ടി, റസൂലായി അവിടെ വന്നു. ഇനി ആ തൗറാത്ത് സ്വീകരിക്കണം എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ആരൊക്കെ വന്നോ, അതിനുശേഷം വേറെ ഗ്രന്ഥം വരാതെ തൗറാത്തിലേക്ക് ഇങ്ങനെ ക്ഷണിച്ച എത്ര നബിമാരുണ്ടോ അവരൊക്കെ എന്താണ്? നബിമാരാണ്, റസൂലല്ല. വ്യത്യാസം മനസ്സിലാണല്ലോ? കുറച്ചൊക്കെ ഇത്രയൊക്കെ നമുക്ക് ആകത്തുക പറയാൻ പറ്റുള്ളൂ. കാരണം ക്ലാസ് നബി ആര്, റസൂലാണ് എന്നുള്ളതല്ല വിഷയം. അതുകൊണ്ട് അപ്പൊ എല്ലാ നബിമാരും റസൂലല്ല, എന്നാൽ എല്ലാ റസൂലുമാരും നബി ആയിട്ടുണ്ടാവും.
നബിമാർക്ക് റിസാലത്ത് കൂടി കിട്ടി, പ്രത്യേക പ്രബോധന ദൗത്യം ഏൽപ്പിച്ച് വേദഗ്രന്ഥമൊക്കെ കൊടുത്തിട്ട് ഒരു മൻഹജ്, ഒരു പ്രത്യേക സിലബസ് ഒക്കെ കൊടുത്താൽ ഒരു റസൂലും കൂടി ആകും. അതാണ് വ്യത്യാസം. അപ്പോൾ ആരാ ഒന്നും കൂടി മേലെ? റസൂലുമാരാണ് എന്നർത്ഥം. ഇതിന്റെ അർത്ഥം നബിമാര് മോശാന്ന അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ അയച്ചു. അതിൽ ചിലർക്ക് വേദഗ്രന്ഥമൊക്കെ കൊടുത്ത് പ്രത്യേക ദൗത്യം ഏൽപ്പിച്ച് തബ്ലീഗ് ദഅവത്ത് നടത്താൻ പ്രത്യേകം ഏൽപ്പിച്ചപ്പോൾ അവർ റസൂലുമാരും കൂടി ആയി എന്നാണ് ചുരുക്കി ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ സൂറത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഒന്ന് വിചാരണ അഥവാ അന്ത്യദിനം ആസന്നമായിരിക്കുന്നു എന്നതാണ്. മറ്റൊന്ന് മുശ്രിക്കുകളുടെ ചില അപവാദങ്ങൾക്കുള്ള മറുപടിയാണ്. പ്രവാചകന്മാർ മനുഷ്യന്മാർ തന്നെയാണ് എന്ന പ്രഖ്യാപനമാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലെ ലക്ഷ്യം പറയലാണ്. മലക്കുകളുടെ വർണ്ണനകളാണ്. മലക്കുകളെ കുറിച്ചുള്ള പ്രത്യേകതകൾ, വിശേഷണങ്ങൾ വിശദീകരിക്കലാണ്. പിന്നെ ഇബ്രാഹിം നബിയുടെ ചരിത്രം, നൂഹ് നബിയുടെ ചരിത്രം, സുലൈമാൻ നബിയുടെ ചരിത്രം, ദാവൂദ് നബിയുടെ ചരിത്രം, അയ്യൂബ് നബിയുടെ ചരിത്രം, യൂനുസ് നബിയുടെ ചരിത്രം, സക്കരിയ നബിയുടെ ചരിത്രം, യഹിയ നബിയുടെ ചരിത്രം ഒക്കെ ഈ സൂറത്തിൽ വരുന്നുണ്ട്. ഈ സൂറത്തിൽ വന്നിട്ടുള്ള സൂറത്തുൽ അംബിയാ എന്ന് പേര് കിട്ടാൻ കാരണമായിട്ടുള്ള 16 പ്രവാചകന്മാർ, എല്ലാവരുടെയും ഒന്നും ചരിത്രം പറയണില്ല, പേര് പറഞ്ഞു പോകണേ ഉള്ളൂ ചിലരത്. ആ 16 പ്രവാചകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയായിൽ ക്രോഡീകരിച്ചിരിക്കുകയാണ്. മൂസ അലൈഹിസ്സലാം, ഹാറൂൻ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം, യഅഖൂബ് അലൈഹിസ്സലാം, ലൂത്ത് അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാം, അയ്യൂബ് അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം, ദുൽകിഫിൽ അലൈഹിസ്സലാം, യൂനുസ് അലൈഹിസ്സലാം, സക്കരിയ അലൈഹിസ്സലാം, യഹിയ അലൈഹിസ്സലാം. 16 നബിമാരുടെ പേരുകളാണ് ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് ഈ 16 പ്രവാചകന്മാരുടെ ചരിത്രവും ആ ആയത്തുകൾ വരുമ്പോൾ നമുക്കൊന്ന് കൃത്യമായി പഠിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പം നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് സൂറത്തുൽ അംബിയായിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ ഒരു ആമുഖമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എത്രാമത്തെ അധ്യായ? 21. എത്രാമത്തെ ജുസ് ആണ്? 17. എത്ര ആയത്തുകളാണ്? 112. സൂറത്തിൻ്റെ പേര് അംബിയാ. ഏത് 2 സൂറത്തിൻ്റെ ഇടയിലാണ്? ത്വാഹയുടെയും ഹജ്ജിൻ്റെയും ഇടയിൽ. ജുസ്ഇൻ്റെ പേര് ഇഖ്തറബ ലിന്നാസ് എന്നാണ്. പേര് കിട്ടാനുള്ള കാരണം കുറേ നബിമാരെ പേര് വന്നു. നബിമാരാരാന്ന് പഠിപ്പിക്കുന്നുണ്ട്. നബിമാരെ എതിർത്തവർക്ക് വരാൻ പോണ ശിക്ഷയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ 3 കാരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു. അംബിയാ എന്നത് ഏത് വാക്കിൻ്റെ ബഹുവചനാണ്? നബിയ് എന്ന വാക്കിൻ്റെ ബഹുവചനമാണ്. നബിയും റസൂലും തമ്മിൽ അല്ലറ ചില്ലറ വ്യത്യാസമുണ്ട്. അത് നമ്മൾ സൂചിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ ആയത്തിലേക്ക് കയറാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിളൂൻ. ഇഖ്തറബ അടുത്തു വന്നു, ആസന്നമായി, തൊട്ടടുത്തെത്തി. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് സൂറത്തുൽ അംബിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. പിന്നീട് നമ്മൾ ഇതിലെ ഒന്നാമത്തെ ആയത്തിലേക്കാണ് പ്രവേശിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിളൂൻ. ഇഖ്തറബ അടുത്തു വന്നിരിക്കുന്നു, തൊട്ടടുത്തെത്തിയിരിക്കുന്നു, ആസന്നമായിരിക്കുന്നു. ലിന്നാസി ജനങ്ങൾക്ക്. ഇഖ്തറബ എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തു വന്നു. ഖരീബ് ന അടുത്തുള്ളതിന് പറയാ. അതിന്റെ വിപരീത പദം എന്താ? ബഈദ് ദൂരെയുള്ളത്. ഖരീബ് അടുത്തുള്ളത്, ബഈദ് അകലെയുള്ളത്, ദൂരെയുള്ളത്. ഇഖ്തറബ അടുത്തെത്തിയിട്ടുണ്ട്. ലിന്നാസി ജനങ്ങൾക്ക്. ഇൻസാൻ എന്നാണ് അതിൻ്റെ ഏകവചനമായിട്ട് ഉപയോഗിക്കുക. മനുഷ്യൻ. നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ അല്ലേ? ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ നാസ് എന്നാണ്. സൂറത്തുൻ നാസ് 114-ാമത്തെ അധ്യായം.
ഇഖ്തറബ ലിന്നാസി, ജനങ്ങളുടെ അടുത്തെത്തിയിട്ടുണ്ട്, ജനങ്ങൾക്ക് ആസന്നമായിട്ടുണ്ട്. ഹിസാബുഹും, അവരുടെ വിചാരണ. ഹിസാബ് വിചാരണ, കണക്ക് എന്ന അർത്ഥത്തിലും ഖുർആൻ ഹിസാബ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ ഉദ്ദേശിക്കുന്നത് വിചാരണ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മനുഷ്യർക്ക് അവരുടെ വിചാരണ അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷേ വഹും, അവരാകട്ടെ, ഫീ ഗഫ്ലത്തിൻ, അശ്രദ്ധയിലാണ്, അശ്രദ്ധയിലായിക്കൊണ്ട് മുഅരിളൂൻ, തിരിഞ്ഞു പോകുകയാണ്. ഇൻഷാ അല്ലാഹ് ആദ്യം ആ ഹിസാബ് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഹിസാബിന് വിധേയമാക്കും, വിചാരണക്ക് വിധേയമാക്കും. വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്ന ഒരു കാര്യമാണ്. അതാകട്ടെ എപ്പോഴും വന്നേക്കാം. ലോകം അവസാനിച്ച് പരലോകം വന്ന് വിചാരണക്കാകാൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയമൊന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് സംഭവിക്കും. അതുകൊണ്ടാണ് ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്ത് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത്. ഒരു സൂറത്ത് തുടങ്ങുമ്പോൾ തന്നെ അല്ലാഹ് പറയാണ്, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കുന്നു, അടുത്തെത്തിയിരിക്കുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യും എന്നതിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ട. ഖുർആൻ സൂറത്തുൽ ഗാഷിയ നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ് അല്ലേ? അത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹ് പറഞ്ഞത് എന്താ? ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. അല്ലാഹ് പറയാണ്, ഇന്ന ഇലൈനാ ഇയാബഹും, തീർച്ചയായും നമ്മിലേക്കാണ് അവരുടെ മടക്കം. സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, പിന്നീട് നമ്മുടെ മേൽ തന്നെയാണ് അവരുടെ വിചാരണയുടെ ബാധ്യത. ഒരു സംശയവും വേണ്ട. ഇന്നാന്ന് പറഞ്ഞാൽ തന്നെ എന്താ? തീർച്ചയായും, തീർച്ചയായും അല്ലാഹ് നമ്മളെ വിചാരണക്ക് വിധേയമാക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പോകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു, ഇന്ന ജഹന്നമ കാനത് മിർസ്വാദാ ലിത്വാഗീന മആബാ ലാബിസീന ഫീഹാ അഹ്ഖാബാ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ ഇല്ലാ ഹമീമൻ വഗസ്സാഖാ ജസാഅൻ വിഫാഖാ ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ. നരകം പതിസ്ഥാനത്ത് ഒളിഞ്ഞിരിക്കുകയാണ്. ലിത്വാഗീന മആബ, അക്രമം ചെയ്തവർക്ക് ചെന്നു ചേരാനുള്ള താവളമാണ് അത്. ലാബിസീന ഫീഹാ അഹ്ഖാബാ, യുഗങ്ങളോളം അവരതിൽ താമസിക്കേണ്ടി വരും. ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ, കുടിക്കാൻ പറ്റുന്നതോ തണുപ്പ് കിട്ടുന്നതോ ആയ ഒന്നും അവിടെ ഉണ്ടാവുകയില്ല. ഇല്ലാ ഹമീമൻ വഗസ്സാഖാ, അതിശക്തമായ ചൂടുകൊണ്ട് വായ പൊള്ളിപ്പോകുന്ന ഹമീമോ, തണുത്തുറച്ച് ഐസായി കട്ടയായി നിൽക്കുന്ന ഗസ്സാഖോ, തൊണ്ടയിൽ കുടുങ്ങുന്ന തണുപ്പുള്ള വെള്ളമോ അല്ലാതെ ലഭിക്കുകയില്ല. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ജസാഅൻ വിഫാഖ, യോജിച്ച പ്രതിഫലാണത്. നരകാവകാശികൾക്ക് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എന്തിനാ കാരണം എന്നറിയോ? അടുത്ത ആയത്ത് 27-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ, വിചാരണ ഉണ്ടാകുമെന്ന് ഓല് വിചാരിച്ചിരുന്നില്ല, വിചാരണ ഉണ്ട് എന്ന് വിചാരിച്ചില്ല. അത് വലിയ കുഴപ്പമാണ്. നാളെ റബ്ബിന്റെ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾക്ക് വിചാരണക്ക് വിധേയമാകുമല്ലോ, കണക്ക് പറയേണ്ടി വരുമല്ലോ. അതാണ് വിചാരണയും കണക്കും തമ്മിലുള്ള ബന്ധം. കണക്ക് നോക്കി അല്ലാഹ് നമ്മളെ ശിക്ഷിക്കും, രക്ഷിക്കും. അതുകൊണ്ട് കണക്ക് പറയേണ്ടി വരുമല്ലോ എന്ന ബോധം ഇല്ലാത്തത് കൊണ്ടാണ് ആളുകൾ നരകത്തിൽ പോയത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നബയിൽ നമുക്ക് പറയുകയാണ്. ഇനി നോക്ക് നിങ്ങൾ, അതുണ്ട് എന്ന് വിശ്വസിച്ച ആളുകൾ രക്ഷപ്പെട്ടതുണ്ട്. വലത് കയ്യിൽ ഇങ്ങനെ ഗ്രന്ഥം കിട്ടുകയാണ്, ഹാ ഉമുഖ്റഊ കിതാബിയ, നോക്കൂ ഞങ്ങളുടെ ഗ്രന്ഥം എന്ന് സന്തോഷത്തോടെ പറയാണ്. എന്താ കാരണം? ഇന്നി ലറൻതു അന്നീ മുലാഖിൻ ഹിസാബിയ, ഇങ്ങനൊരു വിചാരണ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു, ഇങ്ങനൊരു വിചാരണക്ക് വിധേയമാകുമെന്ന് ഞാൻ മുമ്പേ മനസ്സിലാക്കിയിരുന്നു. ഫഹുവ ഫീ ഈശത്തി റാളിയ, അവർ സ്വർഗത്തിൽ പോകും. ഇപ്പൊ നരകത്തിൽ പോകാനുള്ള കാരണം പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞു വിചാരണ ഉണ്ടാകും എന്നുള്ള വിചാരം ഉണ്ടായില്ല. സ്വർഗത്തിൽ പോകാനുള്ള കാരണമായിട്ട് അല്ലാഹ് പറഞ്ഞു വിചാരണ ഉണ്ടാകും എന്നൊരു ബോധം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് അവർ പറയും എന്നാണ്.
അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, നമ്മുടെ ഓരോ സെക്കൻഡും വിചാരണയ്ക്ക് വിധേയാകും. അള്ളാഹു സത്യസന്ധമായി നീതിപൂർവമായി ആ വിധിക്കണ വേളയിൽ സ്വർഗം വിധിക്കപ്പെടുന്ന നല്ലവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വിചാരണ ചെയ്യുന്ന 4 ഘട്ടങ്ങളുണ്ട്. വിചാരണയുടെ 4 രൂപങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന്, കർമ്മങ്ങൾ പ്രദർശിപ്പിക്കലാണ്. നമുക്കൊന്ന് കാണിച്ചു തരും. വിചാരണയുടെ ആദ്യ ഘട്ടം എന്താ? നമ്മൾ ചെയ്തതൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് മുന്നിൽ വെച്ച് തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ. അവൻ മുൻകൂട്ടി ചെയ്തു വെച്ചതും പിൻകൂട്ടി ചെയ്തു വെച്ചതും അവൻ ചെയ്ത നന്മകളും അവൻ ചെയ്ത തിന്മകളും അവന്റെ മുന്നിൽ ഇങ്ങനെ അറിയിക്കപ്പെടും. സൂറത്തുൽ ഖിയാമയിലെ 13-ാമത്തെ ആയത്താണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹ് പറയാണ്, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറാ വമാ അമിലത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ. ഓരോരുത്തർക്കും അവനവൻ ചെയ്തത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. നന്മയാണെങ്കിൽ അവന് സന്തോഷം ഉണ്ടാകും, തിന്മയാണെങ്കിൽ അവന് ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ന് ആഗ്രഹിച്ച് അവനും ഈ അമലിനും ഇടയിൽ വിദൂരത, ഒരു വലിയ മറ തടസ്സം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കും എന്നാണ്. അള്ളാഹു ആ പ്രദർശിപ്പിക്കുന്ന നേരത്ത് നമ്മുടെ നന്മകൾ ഇങ്ങനെ കണ്ട് സന്തോഷിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ തിന്മകളൊക്കെ മായ്ക്കപ്പെടുന്ന രൂപത്തിലുള്ള നന്മകൾ നമുക്ക് ഉണ്ടാകട്ടെ. തിന്മകൾ സംഭവിക്കും, വലിയ സംശയമൊന്നുമില്ല. മനുഷ്യന്മാരൊക്കെ തെറ്റ് സംഭവിക്കണവർ തന്നെയാണ്. പക്ഷെ തൗബ ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോൾ ആ തെറ്റൊക്കെ ഇങ്ങനെ മായ്ക്കപ്പെട്ടിട്ടുണ്ടാകണം. അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. അതാണ് ഒന്നാമത്തെ കാര്യം. എന്ത് ചെയ്യുക? ഒന്നിങ്ങനെ പ്രദർശിപ്പിക്കും. നമ്മൾ തന്നെ ചെയ്തതാണ് നമുക്കൊന്ന് കാണിച്ചു തരും. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ ഘട്ടം എന്താണെന്നറിയോ? അതൊക്കെ രേഖപ്പെടുത്തിയ രേഖ കയ്യിലെടുത്ത് തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. പരത്തിവെച്ച നിവർത്തിവെച്ച ഗ്രന്ഥം അവർക്ക് വേണ്ടി നാം പുറത്തെടുക്കുന്നതാണ്. എന്നിട്ട് ഞാൻ അവരോട് പറയും, ഇഖ്റഉ കിതാബക് കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. ഹിസാബ് ഹസീബ അല്ലേ? ഹിസാബ് എന്നാ വരുന്നത്. ഇഖ്റഉ കിതാബക്, എടോ നിന്റെ രേഖയൊന്ന് വായിച്ചു നോക്ക്. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ, ഇന്ന് നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതിയടോ. വിചാരണക്ക് ഇനി ഒരാളൊന്നും ആവശ്യമില്ല, നേരെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് രേഖ കയ്യിലാണ് തരും. ഇതാണ് രണ്ടാമത്തെ ഘട്ടം. ഞാൻ അതൊന്നും കൂടുതൽ വിശദീകരിക്കണില്ല. വലത് കയ്യിൽ കിട്ടും, ഇടത് കയ്യിൽ കിട്ടും എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഘട്ടം എന്താ അറിയോ? സാക്ഷികളെ അല്ലാഹു ഹാജരാക്കും. സഹോദരങ്ങളെ, അത് തന്നെ 2-3 രൂപത്തിലുണ്ട്. ഒന്ന്, അവനവന്റെ കയ്യും കാലും തന്നെയാണ് സാക്ഷി. അവരിലേക്ക് വന്ന പ്രവാചകന്മാരെ സാക്ഷിയാ, മലക്കുകൾ സാക്ഷി പറയാ. സാക്ഷികളെ ഹാജരാക്കുക എന്നതാണ് മൂന്നാമത്തെ ഘട്ടം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലെ 41-ാമത്തെ ആയത്തിൽ പറഞ്ഞതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഓതാൻ പറഞ്ഞിട്ട് ഈ ആയത്തെത്തിയപ്പോ കരഞ്ഞുകൊണ്ട് നിർത്താൻ പറഞ്ഞ ആയത്തല്ലേ? ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലായി ഷഹീദാ. ഷഹീദുൻ അലാ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എതിരെ സാക്ഷി പറയാന്ന. അള്ളാന്റെ റസൂലിനോട് അല്ല പറയാണ്, ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, ഓരോ ഉമ്മത്തിനും എതിരെ സാക്ഷി പറയാൻ അവരിൽ നിന്നുള്ള പ്രവാചകന്മാരെ കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാകും? എന്നിട്ട് റസൂലുള്ളാഹിനോട് അല്ല ചോദിക്കുക, വജിനാ ബിക അലാ ഹൗലായി ഷഹീദാ, ഈ കൂട്ടർക്ക് എതിരെ പറയാൻ താങ്കളെ ഞാൻ കൊണ്ടുവരുന്ന ദിവസം ഇവർക്കെതിരെ പറയാൻ അള്ളാന്റെ റസൂൽ ഉണ്ടാകും. അവയവങ്ങൾ പോലും നമുക്കെതിരെ സാക്ഷി പറയുമെന്ന് ഖുർആൻ സൂറത്ത് യാസീനിൽ പറഞ്ഞു. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നാവിന് സീല് വെക്കുകയാണ്, കൈകൾ സംസാരിക്കുകയാണ്, കാലുകൾ സാക്ഷി പറയുകയാണ് അവർ ചെയ്തു കൂട്ടിയതിന് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഞാനൊന്നും കൂടുതൽ വിശദീകരിക്കല്ല. മലക്കുകളൊക്കെ സാക്ഷിയാക്കണുണ്ട് അല്ലേ? തൊലി പോലും ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്തിനാണ് നീ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ പറയണത് എന്താ? ഇതുവരെ നിന്നെ സംസാരിപ്പിച്ച അല്ലാഹ് എന്നെ സംസാരിപ്പിക്കുകയാണ്.
എന്തിനൊക്കെ സംസാരശേഷി കൊടുത്തോ ആ അല്ല തന്നെ ഇതാ ഇന്ന് എന്നെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് സുഹൃത്തുക്കളെ ഇതൊക്കെ സത്യസന്ധമായി ഉണ്ടാകുന്നതിൽ അധിക സംശയമൊന്നും വേണ്ട. ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ ഇൻഷാ അല്ലാ 1 മണിക്കൂർ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വോയിസ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്തിട്ടാണ് വിടും. അതിന് എന്ത് മതി? ഒരു മെമ്മറി കാർഡിൽ ഇത്രയും കാലം നമ്മൾ പറഞ്ഞത് മുഴുവൻ രേഖപ്പെടുത്താം എങ്കിൽ അത് മനുഷ്യൻ അവന്റെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിച്ചതാണെങ്കിൽ ആ മനുഷ്യനെ സൃഷ്ടിച്ച അല്ല പറയാണ് ഒക്കെ രേഖപ്പെടുത്തിയ രേഖ കാണിച്ചു തരും, കയ്യിലും തരും, നിങ്ങൾ എന്നെ അതിനെതിരെ സാക്ഷിയും പറയും. അള്ളാഹു ആ സമയത്ത് രക്ഷപ്പെടുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. കാരണം ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, അതൊക്കെ വളരെ അടുത്തന്നെ ഉണ്ട്, ഒരു സംശയവും വേണ്ട സഹോദരങ്ങളെ. ഇനി 4മത്തേത് എന്താണെന്നറിയോ? മീസാനിൽ വെച്ചിട്ട് ഇങ്ങനെ അത് തൂക്കി നോക്കും. അതിൽ തന്നെ 2 ഇനം തൂക്കലുണ്ട്. മനുഷ്യനെയും തൂക്കും, മനുഷ്യന്റെ കർമ്മങ്ങളെയും തൂക്കുന്ന. കർമ്മങ്ങളും തൂക്കും, ആ മനുഷ്യനെയും തൂക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വൽ വസ്നു യൗമഇദിനിൽ ഹഖ് ഫമൻ സഖലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, അന്നേ ദിവസം മീസാൻ ഉണ്ടാകുമെന്നത് സത്യമാണ്. ഫമൻ സഖലത് മവാസീനുഹു, ആരുടെ നന്മയുടെ ഭാഗം കനം തൂങ്ങുന്നുവോ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയം പ്രാപിച്ചവർ. വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യളിമൂൻ. അക്രമം ചെയ്ത ആളുകൾക്ക് അന്ന് നഷ്ടമായിരിക്കും എന്ന് ഖുർആൻ സൂറത്തുൽ അഅറാഫിലെ 8-9 ആയത്തുകളിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പം നമുക്കൊക്കെ കേട്ടുപരിചയമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഖാരിഅ. അതിൽ അല്ലാഹ് പറഞ്ഞത് എന്താ? ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാളിയ വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. സുഹൃത്തുക്കളെ, ഈ സൂറത്തൊക്കെ നമ്മൾ എത്ര വട്ടം നിസ്കരിക്കുമ്പോൾ ഓതിയതാ. എന്താ അല്ലാഹ് പറയണത്? അന്ന് ആ നന്മയുടെ ഭാഗം ഇങ്ങനെ കനം തൂങ്ങിയാൽ ഒരു നന്മയും നമ്മൾ നിസാരാക്കണ്ട, ഐക്കിടലാടൊക്കെ നന്മയൊക്കെ ആ ഭാഗത്തേക്കുള്ളതാ. ഒരു തിന്മി നിസാരല്ലേ എന്ന് വിചാരിച്ച് ചെയ്യണ്ട. കാരണം അതൊക്കെ അവിടേക്കാ പോകണത്, ഇടതു ഭാഗത്തേക്കാണ് പോകണത്. കുറച്ച് അല്ലെ, 1 മില്ലി കൂടിയാൽ ചിലപ്പോ നഷ്ടമായിരിക്കും, ഇവിടെ കുറച്ച് കുറഞ്ഞാൽ ചിലപ്പോൾ നഷ്ടമായിരിക്കും. അതുകൊണ്ട് നന്മയുടെ ഭാഗത്ത് ഒരു 2 റക്അത്ത് സുന്നത്തിന് അവസരം ഉണ്ടാകുമ്പോൾ അത് ഇനിയിപ്പോൾ എന്ന് വിചാരിക്കണ്ട. ഒന്ന് പുഞ്ചിരിക്കാനേ മടി കാണിക്കണ്ട. ഒരു 10 രൂപ കൊടുക്കാനേ ഒരു വിഷമവും വേണ്ട. അതൊക്കെ നന്മയുടെ ഭാഗത്തേക്ക് മീസാനിലേക്കുള്ളതാണ്. അതല്ല കുറഞ്ഞു പോയോ ഫഉമ്മുഹു ഹാവിയ, അവന്റെ സങ്കേതം ഹാവിയയാണ്. എന്താണത്? നാറുൻ ഹാമിയ, ചൂടേറിയ നരകമാണ് എന്ന് അല്ലാഹു സൂറത്തുൽ ഖാരിഅയിൽ പഠിപ്പിച്ചു തന്നു. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹ് പറഞ്ഞു, ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ. ആരുടേത് നന്മയുടെ ഭാഗത്ത് കനം തൂങ്ങുന്നുവോ അവർ വിജയിക്കും. കനം കുറഞ്ഞത് ആരുടേതാണോ അവർ സ്വന്തത്തോട് നഷ്ടം വരുത്തിയവരാ, ആത്മനഷ്ടം സംഭവിച്ചവരാണ്, അവർ നരകത്തിൽ ശാശ്വതരാണ് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കല്ല. ഇൻഷാ അല്ലാഹ് ആയത്തിന്റെ വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ എന്ന ഭാഗം അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ വിചാരണക്ക് വിധേയമാകുമ്പോൾ കർമ്മങ്ങളിൽ ആദ്യമായിട്ട് വിചാരണക്കെടുക്കുക നിസ്കാരത്തെക്കുറിച്ചാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അനുഗ്രഹങ്ങളിൽ ആദ്യമായി വിചാരണക്കെടുക്കുക 2 കാര്യമാണ്. അതൊക്കെയാ? 1 വെള്ളം കുടിച്ചിരുന്നില്ലേ, 2 എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ലേ. നമുക്ക് എന്താ പറയാൻ പറ്റുക? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ബിസ്മില്ല പറഞ്ഞ് വലത് കൈ കൊണ്ട് അല്ലേ ഇറക്കി കുടിച്ച് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് പുണ്യം നേടാൻ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എടാ എനിക്ക് വെള്ളം കുടിക്കാൻ സാധിച്ചിരുന്നില്ലേ എന്ന് റബ്ബിന്റെ ചോദ്യം ഉണ്ടാവും. നിനക്ക് എഴുന്നേറ്റ് വരാൻ കഴിഞ്ഞില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ഇനി മാത്രല്ല 4 കാര്യങ്ങൾ പ്രത്യേകം ചോദിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവന്റെ ഇൽമ് അല്ലേ, എന്നിട്ട് എന്താ അതിനനുസരിച്ച് പ്രവർത്തിച്ചത്, അവന്റെ ആരോഗ്യം എന്തിനാണ് ഉപയോഗപ്പെടുത്തിയത്, അവന്റെ ആയുസ് എന്തിനാണ് അവൻ ചെലവഴിച്ചത്, അവന്റെ സമ്പത്ത് എവിടുന്ന് കിട്ടി, എന്തിന് ചെലവഴിച്ചു. സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യ, മറ്റേതൊക്കെ ഓരോന്നാണ്. സമ്പത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എവിടുന്ന് കിട്ടിയെന്നും കൂടിയുണ്ട്, എങ്ങനെ വിനിയോഗിച്ചു എന്ന് മാത്രമല്ല.
സമ്പാദ്യം എങ്ങനെ കിട്ടി, എങ്ങനെ ചെലവഴിച്ചു. ആരോഗ്യം എങ്ങനെ കിട്ടി എന്നുള്ള ചോദ്യമല്ല, ആരോഗ്യം എങ്ങനെയാണ് ചെലവഴിച്ചത്. ആയുസ് എങ്ങനെ കിട്ടിയെന്ന് ചോദ്യമല്ല, എങ്ങനെയാണ് ചെലവഴിച്ചത്. കണ്ടോ, ഇൽമ് എങ്ങനെ കിട്ടിയെന്ന് ചോദ്യമല്ല, പിന്നെ എങ്ങനെയാണ് എന്താ അതുകൊണ്ടോ ചെയ്തത്. കാരണം യഥാർത്ഥ ഇൽമിനെ കുറിച്ചാണ് അൽ ഇൽമു എന്ന് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ വിചാരണ ലാ തസൂലു ഖദമാ അബ്ദിൻ, ഒരു കാലടി പോലും ചലിപ്പിക്കാൻ കഴിയില്ല. അമാനി മൗലവി റഹിമഹുല്ല ഇന്ന് നമ്മൾ വിശദീകരിക്കണ സൂറത്തുൽ അംബിയയിലെ 1-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ എടുത്തു കൊടുത്തിട്ടുള്ള ഹദീസാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഹദീസ്. ഏത് 4 കാര്യങ്ങൾ ചോദിക്കാതെ കാലെടുത്തു വെക്കാൻ കഴിയൂല എന്ന ഹദീസ് മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല എടുത്തു കൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, അങ്ങനത്തെ ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ഒരുങ്ങാൻ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ആ മീസാനിലേക്കുള്ള ഭാരമുണ്ടാക്കുന്ന കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഏറ്റവും കൂടുതൽ ഭാരമുണ്ടാക്കുന്ന വാക്കേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ മനുഷ്യരുടെയും മുന്നിൽ നിന്ന് ഒരാളെ അങ്ങോട്ട് കൊണ്ടുവരും അല്ലേ, എല്ലാവരും ശ്രദ്ധ അവനിലേക്കാകും, കാരണം ഒറ്റപ്പെടുത്തി കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്ത തിന്മകൾ രേഖപ്പെടുത്തിയ 99 കെട്ട് ഫയല് സിജില്ലാത്ത് അവന്റെ മുന്നിൽ അങ്ങ് വെച്ചു കൊടുക്കും. എന്നിട്ട് റസൂലുള്ളാഹി അതിനെ കുറിച്ച് പറയാണ്, കുല്ലു സിജില്ലിൻ മിസ്ലു മദ്ദിൽ ബസർ, ഓരോ കെട്ടും കണ്ണെത്തുന്ന ദൂരത്തേക്കുണ്ടാകും. അങ്ങനത്തെ 99 തിന്മകളുടെ കെട്ടാണ് അവന്റെ മുന്നിൽ വെച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അവന്റെ മുന്നിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ രേഖപ്പെടുത്തിയ ഒരു കാർഡ്, ഒരു ബിത്വാഖ, ഒരു സിം കാർഡ്, ഒരു മെമ്മറി കാർഡ് അല്ലാഹ് കൊടുക്കും. അവൻ തന്നെ ചോദിക്കുന്നതാണ്, ഇത്രയും തെറ്റുകൾ ചെയ്ത എനിക്ക് ഇതുകൊണ്ട് എന്ത് ഫലം ചെയ്യാനാണ്? അള്ളാഹു പറയും, നോക്കിക്കാണുക. എന്നിട്ട് മീസാനിൽ ഒരു തട്ടിൽ അവൻ ചെയ്ത തിന്മകളുടെ ആ 99 കെട്ടുകളും മറ്റേ തട്ടിൽ അവൻ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാർഡും വെച്ചു കൊടുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഫത്വാശത്തിസ് സിജില്ലാത്ത്, ആ 99 കെട്ട് ഫയൽ മുകളിലേക്ക് അങ്ങ് പൊങ്ങി പാറിപ്പോകും. വസ്തഖലത്തുൽ ബിത്വാഖ, ആ കാർഡ് വെച്ച തട്ട് കനം കൊണ്ടങ്ങ് താഴ്ന്നു പോകും. ഫലാ യസ്കുലു മഅസ്മില്ലാഹി ഷൈ, ലാ ഇലാഹ ഇല്ലല്ലാഹയോളം ഭാരമുണ്ടാക്കുന്ന ഒന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മൾ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കൊന്നും അത് കിട്ടൂല. ഇങ്ങനെ കൂലി ഉണ്ട് എന്ന് വിചാരിച്ച് ചൊല്ലിയാൽ കിട്ടും. അതാണ് നീയത്തിന്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് പ്രതിഫലം പ്രതീക്ഷിച്ചിട്ട് ചെയ്താലേ ഈ പ്രതിഫലം കിട്ടുള്ളൂ. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. നോക്കൂ നിങ്ങൾ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി എന്ന് രാവിലെ ചൊല്ലിയാൽ ജുവൈരി റളിയല്ലാഹു അൻഹയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? നീ ഇതുവരെ ചൊല്ലിയ മുഴുവൻ ദിക്റുകളും ഒരു തട്ടിലും, ഞാൻ വെറും 3 തവണ ചൊല്ലിയ ഈ ദിക്ർ മറുതട്ടിലും വെച്ചാൽ ഞാൻ ചൊല്ലിയ ദിക്ർ വെച്ച തട്ടാണ് കനം തൂങ്ങുക ജുവൈരിയ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ള പറയാണ്, വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ, അൽഹംദുലില്ലാഹ് എന്ന് ധാരാളമായി ചൊല്ലുന്നവർക്ക് മീസാനിൽ അതിങ്ങനെ നിറഞ്ഞു കാണും. പെട്ടെന്ന് മീസാൻ നിറക്കാൻ പറ്റിയ ദിക്റാണ് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും എന്ന് വ്യത്യസ്ത ഹദീസുകളിൽ നമുക്ക് കാണാം. ശരി, ആ മീസാനിൽ വെക്കുന്ന രേഖയിലെ നന്മയുടെ കെട്ടിലെ ഏറ്റവും കൂടുതൽ എണ്ണം വരേണ്ട ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹ്. എന്താ ഉണ്ടാവേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹ്. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ചൊല്ലി തന്നെ അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുകയാണ് എന്ന ദിക്ർ നമ്മൾ ചൊല്ലുക. നമ്മൾ എപ്പോഴും സൂചിപ്പിക്കലുണ്ട്, ഇസ്തഗ്ഫിറുല്ലാഹ് എന്നല്ല, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാലേ ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു എന്ന അർത്ഥം കിട്ടുള്ളൂ. ഇസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ നീ അള്ളാഹിനോട് പൊറുക്കലിനെ തേടിക്കോ എന്ന് ഒരാളോട് കൽപ്പിക്കണ അർത്ഥമാണ് വരിക. അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അത്തരം ദിക്റുകൾ ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ദിക്റുകളിലൂടെ മീസാൻ നിറക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത അവസാനത്തെ ഹദീസ്, അദ്ദേഹത്തിന്റെ സ്വഹീഹ് ബുഖാരിയിലെ അവസാനത്തെ ഹദീസ് എന്താണെന്നറിയോ? കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ, നാവിന് പറയാൻ എളുപ്പമുള്ള 2 വാക്കുകളുണ്ട്. സഖീലതാനി ഫിൽ മീസാൻ, മീസാനിൽ ഭാരമുണ്ടാക്കുന്ന 2 ദിക്റുകളാണ്. ഹബീബതാനി ഇലർ റഹ്മാൻ,
പരമകാരുണികന് വളരെ ഇഷ്ടമുള്ള 2 ദിക്റുകളാണ് സുബ്ഹാനല്ലാഹിൽ അലീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവ ചൊല്ലുക. അങ്ങനെ വിചാരണയുടെ നാളിൽ മീസാനിൽ വലിയ ഭാരമുണ്ടായി സ്വർഗം വാങ്ങുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതിലേക്കൊരു മുതൽക്കൂട്ടായിട്ട് ഈ ഖുർആൻ പഠനം ഉണ്ടാകണം. ഈ ഖുർആൻ പഠിച്ച് ഇരുന്ന് ഒരു 45 മിനിറ്റ്, ഒരു 50 മിനിറ്റ് അള്ളാഹിൻ്റെ കലാം എടുത്തിട്ട് ചർച്ച ചെയ്തതേ അവിടെ സന്തോഷിക്കാൻ വകുപ്പ് നൽകണം. അതിനായിരിക്കണം നമ്മൾ ഇത്തരം ക്ലാസ്സുകളിൽ വരേണ്ടത്. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യണേ. സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അള്ളാഹ്. വിചാരണ നീ ഞങ്ങൾക്ക് ലഘൂകരിച്ച് തരണം റഹ്മാനെ. അല്ലാഹു മുഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.